അടുത്ത തവണ UDF ഭരണത്തിലെത്തിയാൽ ആഭ്യന്തരം, വനം എന്നീ വകുപ്പുകൾ വേണമെന്നാണ് PV അൻവറിൻ്റെ ആവശ്യം. VD സതീശനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും PV അൻവർ ആവശ്യപ്പെടുന്നു. നിർഭൻ ചക്രവർത്തി വിവരങ്ങൾ വായിച്ചിരിക്കുകയാണ്. നിർഭൻ, ഈ പുള്ളിക്കാരൻ ഇപ്പോഴും UDF മോഹം ഉപേക്ഷിച്ചിട്ടില്ല അല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടിവരയിടേണ്ടത് ഈ നെയ്യാറ്റിൻകര മോഡൽ, ശെൽവരാജിൻ്റെ മോഡൽ UDF ഇവിടെയും പയറ്റി എന്നുള്ളത് വെളിവാകുന്ന ഒരു വാക്ക് അദ്ദേഹം പറയുന്നു. സതീശനാണ് ഈ മത്സരത്തിലേക്ക് നയിച്ചത്, ഇങ്ങനെ രാജിയിലേക്കൊക്കെ നയിച്ചത് എന്നൊരു വാക്ക് PV അൻവർ പറയുന്നുണ്ട്. നിർഭൻ, സമഗ്ര വിവരങ്ങളിലേക്കൊന്ന് പോയാൽ. അജിംഷാദ്, PV അൻവറുമായി പലതരത്തിലുള്ള ചർച്ചകൾ തുടരുന്നുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും UDFൻ്റെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഈ അനൗദ്യോഗികമായ പലതരത്തിലുള്ള കൂടിക്കാഴ്ചകൾ PV അൻവറുമായി നടത്തി. അദ്ദേഹവുമായി ബന്ധം ഇപ്പോഴും പുലർത്തുന്ന ചില നേതാക്കൾ ഇപ്പോഴും നിലമ്പൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം രാത്രിയും PV അൻവറുമായി ചർച്ച നടത്തി. പക്ഷേ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പകരം കുറച്ച് ഡിമാൻഡുകൾ UDFിലേക്ക് തിരിച്ചെത്തണം എങ്കിൽ, UDFിൻ്റെ ഭാഗമായി നിൽക്കണമെങ്കിൽ, താൻ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെങ്കിൽ ചില ഡിമാൻഡുകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം കേൾക്കുകയാണെങ്കിൽ വളരെ നിസ്സാരമെന്ന് തോന്നും. ആ ഡിമാൻഡുകളിൽ ഒന്നാമത്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആ പദവിയിൽ നിന്ന് മാറ്റണമെന്ന ഡിമാൻഡാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന്, 2026 അദ്ദേഹത്തിന് 2 വകുപ്പുകൾ കൊടുക്കണം. ഒന്ന് വനം കൊടുക്കണം, മറ്റൊന്ന് ആഭ്യന്തരവും PV അൻവറിന് കൊടുക്കണം എന്ന ലളിതമായ ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല ഉണ്ടാക്കണം എന്ന ആവശ്യമാണ് PV അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം തന്നെ പുതിയ ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇനി ഒരു തരത്തിലുള്ള ചർച്ചയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷേ ഇന്ന് PV അൻവർ പുതിയ ഡിമാൻഡുകൾ വയ്ക്കുന്നു. മാത്രമല്ല, അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത്, മത്സര രംഗത്തുണ്ടാകുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് നടത്തിയ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. UDFിൻ്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം PV അൻവർ അടഞ്ഞ അധ്യായമാണ് എന്നതാണ് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് PV അൻവറിനെ സംബന്ധിച്ച് നോ കമൻസ് എന്ന നിലപാട് തന്നെയാണ് എല്ലാ നേതാക്കളും സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം K സുധാകരൻ, അതായത് PV അൻവറിനെ പിന്തുണച്ചിരുന്ന, ഏറെക്കുറെ അവസാന നിമിഷം വരെ പരസ്യമായി പിന്തുണച്ചിരുന്ന മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും ഇനി എന്തിനാണ് അത് സംബന്ധിച്ച ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും കോൺഗ്രസോ UDFോ തയ്യാറല്ല എന്ന നിലപാട് അദ്ദേഹവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത്തരം ചർച്ചകളിലേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷേ അൻവർ ഒരു സമ്മർദ്ദ ശക്തിയായി പലതരത്തിൽ UDFിനെ തുടർച്ചയായി കുത്തിനോവിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഒത്തുപോകാൻ കഴിയാത്തൊരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, UDFിൻ്റെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. അത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സതീശനാണ് തന്നെ മത്സരരംഗത്തേക്ക് തള്ളിവിട്ടത്. ശരിയാണ്, UDFുമായും കോൺഗ്രസുമായും ഒക്കെയുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ കൂട്ടുകെട്ടിൻ്റെ ഒരു നെയ്യാറ്റിൻകര മോഡൽ അല്ലെങ്കിൽ ശെൽവരാജ് മോഡലാണ് UDF ഇവിടെയും പയറ്റിയത് എന്ന് ബോധ്യമാകുന്ന നിരവധി ഘടകങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അൻവറും അത് പല ഘട്ടങ്ങളിൽ സൂചിപ്പിക്കും. പക്ഷേ ഇത്രയേറെ വ്യക്തമായൊരു വാക്ക്, അതായത് VD സതീശനാണ് തന്നെ ഈ മത്സരരംഗത്തേക്ക് തള്ളിവിട്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലൊരു മത്സരം ഉണ്ടാകാനും രാജിവെക്കാനുമുള്ള കുതന്ത്രങ്ങൾ VD സതീശൻ്റെ നേതൃത്വത്തിൽ പയറ്റുകയും ഒടുവിൽ അൻവറിനെ കൈവെടിയുകയും തൃശങ്കൂലാക്കുകയും ചെയ്യുന്നൊരു ഘട്ടമുണ്ട്. അതാണ് അൻവർ നേരത്തെയും പറഞ്ഞിരുന്നു, തന്നെ ചതിച്ചു, തന്നെ വഞ്ചിച്ചു, VD സതീശനാണ് UDFും കോൺഗ്രസുമാണ് തന്നെ വഞ്ചിച്ചത്, ചെളിവാരി എറിഞ്ഞു, നഗ്നനാക്കിയതിന് ശേഷം മുഖത്ത് ചവിട്ടി. ഇതൊക്കെയാണ് അദ്ദേഹം പ്രതീകാത്മകമായി പറയുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ ഈ വാക്കുകളെ ഇന്നിപ്പോൾ നിർഭൻ നൽകുന്ന ഈ വാർത്തയെ കാണേണ്ടതില്ലേ? അതായത് സതീശൻ തന്നെ മത്സരരംഗത്തേക്ക് തള്ളിവിട്ടു. അതേ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിച്ചോ PV അൻവർ? നിർഭൻ ചക്രവർത്തി. അത് സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മളുള്ളത് UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. അവിടെ അല്പനിമിഷങ്ങൾക്കകം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അതിൽ ഇത്തരം സംബന്ധിച്ച് PV അൻവർ ഉയർത്തിയ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം തുടർ പ്രതികരണം നടത്താനുള്ള സാധ്യതയുണ്ട്. ആ വാർത്താ സമ്മേളനത്തിന് മുമ്പാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം തുടർച്ചയായി അദ്ദേഹം ആരോപണങ്ങൾ വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ഏറ്റെടുക്കാനോ അതിന് മറുപടി പറയാനോ കോൺഗ്രസ് ലീഡർഷിപ്പ് ഇപ്പോൾ തയ്യാറാകുന്നില്ല. കാരണം അൻവറിനെ അവഗണിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് PV അൻവറിൻ്റെ പ്രതികരണം സംബന്ധിച്ച് ഇനി UDF നേതാക്കളുടെ അഭിപ്രായം തേടേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ച തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അജിംഷാദ്. ശരി.
നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും പുതിയ ആവശ്യങ്ങൾ UDF മുന്നിലേക്ക് വെക്കുകയാണ്. സതീശനാണ് ഈ മത്സരം സൃഷ്ടിച്ചത് എന്ന തരത്തിലുള്ള വാക്ക് PV അൻവർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, വ്യക്തമായി ആവർത്തിക്കുന്നു. മാത്രമല്ല UDF അടുത്ത തവണ അധികാരത്തിലെത്തിയാൽ തങ്ങൾക്ക് ആഭ്യന്തരവും വനവും നൽകണം എന്ന ആവശ്യം കൂടിയാണ് PV അൻവർ UDF മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ എന്താണ് ഇതിനോടുള്ള മറുപടി എന്നുള്ളത് രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ കാണാനാകും. നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.